എൻ ദൈവമേ നന്ദി അന്വേഷുപരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി അന്വേഷുപരാ എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി അന്വേഷുപരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി അന്വേഷുപരാ പാപത്താൽ മുറിവേറ്റ എന്നിലിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ പാപത്താൽ മുറിവേറ്റ എന്നിലിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി അന്വേഷുപരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി അന്വേഷുപരാ ൂരിരുൾ താഴ്വരയതിലുമെന്തേ പാതയിൽ ദീപമായി വന്നുവല്ലോ കൂരിരുൾ താഴ്വരയതിലുമെന്തേ പാതയിൽ ദീപമായി വന്നുവല്ലോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി അന്വേഷുപരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി അന്വേഷുപരാ നന്ദി അന്വേഷുപരാ. Thank you, Alina, Grace, and Sarah. We have come a long way since we met Jinuachin and Jijuachin. Like the present will once be called the past, and their hopeful future is right ahead. I invite Mr. Titus Philip for the felicitation speech. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ നമ്മുടെ ഡുബെ മാർത്തോമ പാരീഷ് വികാർ ജിനു ഈപ്പൻ കുര്യനച്ചൻ, പ്രീതി കൊച്ചമ്മ, ധന്യമോൾ, മാത്യു മോൻ, അതുപോലെ തന്നെ UAE ചാപ്ലിൻ്റെ ജിജോ വർഗീസ് അച്ഛൻ, ഡുബൈ മാർത്തോമ പാരീഷിൻ്റെയും ഷാർജ മാർത്തോമ ഇടവകയുടെയും കഴിഞ്ഞ നാളുകളിൽ സേവനമനുഷ്ഠിച്ച ഏറ്റവും പ്രിയപ്പെട്ട ജിജോ വർഗീസ് അച്ഛൻ, യു ചാപ്ലിൻ കൊച്ചമ്മ, സൗമ്യ കൊച്ചമ്മ, നന്മ മോൾ ആൻഡ് നെഹമ്യ മോൻ. ഈ സൂം പ്ലാറ്റ്ഫോമിൻ്റെ മധ്യത്തിലായിരിക്കുന്ന അൽഗിസേസ് ബി പ്രേ ഗ്രൂപ്പ് കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും എൻ്റെ ക്രിസ്തുല്യ നാമത്തിലുള്ള ദൈവനാമത്തിൻ്റെ വന്ദനം പറയുന്നു. അൽഗിസേസ് ബി പ്രേ ഗ്രൂപ്പിൻ്റെ ഇന്നത്തെ ഈ സൂം മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാം അറിയാമല്ലോ. കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ ഡുബൈ മാർത്തോമ പാരീഷ് ചർച്ചിന് ഏറ്റവും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച നമ്മുടെ വികാരി അച്ഛൻ ജിനു ഈപ്പൻ കുര്യനച്ഛനും UAE ചാപ്ലിൻ അച്ഛൻ നമ്മുടെ ജിജോ വർഗീസ് അച്ഛനുമുള്ള ഒരു യാത്രയപ്പ് കൂടിയാണല്ലോ നമ്മളേവരും ഇത്രയും ആൾക്കാർക്ക് ഈ സൂമിൻ്റെ മധ്യത്തിൽ കൂടി വരുവാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ്
ഈ സൂം പ്ലാറ്റ്ഫോമിൻ്റെ മധ്യത്തിൽ നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു സമയം നമ്മൾ ആരും ആഗ്രഹിച്ചതല്ല. നമ്മൾ വളരെ നാളുകൾക്കായിട്ട് ഇത് ആലോചിച്ച് ഇതിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഇതൊരു ലൈവായിട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ആഗ്രഹമായിരുന്നുവല്ലോ. എന്നാൽ പെട്ടെന്നുണ്ടായ ഒരു വെതർ കാസ്റ്റിൻ്റെ പ്രോബ്ലത്തിൽ ഒരു മഴ അറിയാമല്ലോ, അതിൻ്റെ ഒരു മധ്യത്തിലായിരിക്കുന്നു നമ്മൾ ഈ സൂം പ്ലാറ്റ്ഫോമിലോട്ട് കടന്നു വന്നിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോവിഡ് കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു മീറ്റിംഗ് നമ്മൾ കൂടി വന്നിരുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു ആവശ്യകതയുടെ ലഭ്യത അനുസരിച്ച് നമുക്ക് ഈ ഒരു മാർഗം മാത്രമേ നമുക്കിപ്പോൾ പറ്റത്തുള്ളല്ലോ. ഞാൻ എന്ത് പറയണമെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. പ്രത്യേകമായിട്ടും ജിനു അച്ഛൻ, അതുപോലെ തന്നെ നമ്മുടെ ജിജോ വർഗീസ് അച്ഛൻ, ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഫെലിസിറ്റേഷൻ മെസ്സേജ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇവരെ രണ്ടുപേരെയും നിർത്തി ആർക്കും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ, എന്നാൽ ഏതിലും രണ്ടുപേരെയും ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ വേണം സംസാരിക്കാൻ. ഞാൻ വികാരി അച്ഛൻ ജിനു ഇപ്പൻ കുര്യനെ കൂടുതൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ജിജോ അച്ഛന് അത് ഫീൽ ചെയ്യും. കണ്ടോ, ടൈറ്റസ് ചാൻ അച്ഛനെ പറ്റി അത്രയും പറഞ്ഞു, എന്നെപ്പറ്റി ടൈറ്റസ് ചാൻ ഇതൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു വല്ലാത്തൊരു ടാസ്ക് ആണ് എന്നെ സാം ഏൽപ്പിച്ചത്. പ്രത്യേകിച്ച് ഞാൻ ഈ രണ്ട് അച്ഛന്മാരോടൊപ്പം കഴിഞ്ഞ ഒരു വർഷം അവരുടെ വലതുഭാഗത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ഭാഗ്യവും ലഭിച്ചു. അതുകൊണ്ട് എനിക്ക് അവരെ പറ്റി ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറഞ്ഞാലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രിയ രണ്ട് അച്ഛന്മാരും ക്ഷമിക്കണം, ഞാൻ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങ് പറഞ്ഞിരിക്കും. അതുകൊണ്ട് സൂം മധ്യത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ, അതായത് നമ്മുടെ ഗിസേസ് ബി പ്രേ ഗ്രൂപ്പ് അംഗങ്ങൾ ഇതൊക്കെ സാദരം കേട്ട് ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. പ്രത്യേകമായിട്ടും ജിനു ഈപ്പൻ കുര്യനച്ഛന് 3 വർഷത്തിന് മുമ്പ് ഈ യുഎയുടെ പ്രദേശത്തേക്ക് കടന്നു വന്നത് ഒരു വലിയ ടാസ്ക് എടുത്തുകൊണ്ടാണ് വന്നത്. നമുക്ക് ഏവർക്കും അറിയാമല്ലോ. ബോംബെ നവജീവൻ സെന്ററിൽ ഒരു വളരെയധികം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അധികം നല്ല ശുശ്രൂഷകളൊക്കെ ചെയ്ത് വളരെ പ്രശോഭയോടെ നിന്ന് വരുന്ന കാലഘട്ടത്തിലാണ് പ്രിയ ജിനുവച്ചനെ നമ്മുടെ സിനഡ് ഈ ഡുബൈയുടെ മാർത്തോമ പാരീഷിന്റെ ഇടവകയുടെ വികാരി ചുമതലയിലേക്ക് വിളിക്കുന്നത്. അന്നേരം എനിക്ക് തോന്നുന്നില്ല അച്ഛനത് 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിൽ തന്നെയും അച്ഛനത് ഏറ്റെടുക്കാതെ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. പരിപൂർണമായിട്ടും അച്ഛൻ്റെ ഒരു മനസ്സോടുകൂടി അല്ലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം നമുക്ക് ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് അറിയാമല്ലോ. പ്രത്യേകിച്ച് കോവിഡ് വളരെ സീരിയസ് ആയിട്ട് നടക്കുന്ന ഒരു സമയം. അതുമല്ല അച്ഛനെ മുംബൈയിലൊക്കെ വളരെയധികം നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്തിട്ട് വീണ്ടും ഒരു അതിശക്തമായ ഒരു ടാസ്ക് ആണ് അച്ഛന് ഡുബൈ മാർത്തോമ പാരീഷിന്റെ ഏറ്റെടുക്കാനായിട്ട് ദുബൈയിലോട്ട് കടന്നു വന്നത്. ആ സമയം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നെന്നും എല്ലാം മുൻകാലങ്ങളിലുള്ളതൊക്കെ എല്ലാം നമുക്കറിയാം. അപ്പൊ അതിന്റെ മധ്യത്തിലേക്ക് അച്ഛൻ കടന്നു വരുമ്പോൾ കോവിഡിന്റെ മധ്യത്തില് പള്ളിയെല്ലാം അടങ്ങി അടക്കുകയാണ്, ശുശ്രൂഷകളൊന്നും നടത്തുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണല്ലോ അച്ഛൻ ഇങ്ങോട്ട് കടന്നു വന്നത്. സെയിം ടൈം തന്നെയാണ് ജിജോ വർഗീസ് അച്ഛനും നാട്ടിലായിരുന്നു. അച്ഛന് പെട്ടെന്ന് വരാൻ സാധിച്ചില്ല. ട്രാവൽ ബാൻ്റെ ഒക്കെ പ്രയാസം കാരണം അച്ഛനും നാട്ടിൽ സ്റ്റക്കായി. അങ്ങനെ ഇടവകയുമായിട്ട് ഇടവക ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധങ്ങളോ അല്ലെ അവരെ നേരിട്ട് കാണുവാനോ അല്ലെ അവരോട് നേരിട്ട് സംസാരിക്കുവാനോ ശുശ്രൂഷ ചെയ്യുവാനോ ഒന്നും ഒരു 6-7 മാസക്കാലം എനിക്ക് തോന്നുന്നു നമ്മുടെ വികാരിയച്ഛൻ എന്ന നിലയിൽ ജിനുവച്ചനെ സാധിച്ചോ എന്നുള്ള കാര്യം സംശയമാണ്. കാര്യം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അന്ന് പള്ളിയിലൊക്കെ സർവീസിന് പോവുകയും വളരെയധികം ഒരു ലിമിറ്റേഷൻസിന്റെ കാലയളവിലായിരുന്നല്ലോ അന്ന് ശുശ്രൂഷകളൊക്കെ നടന്നു പോയത്. ഞാനിപ്പോൾ ഓർക്കുന്നു, ആ സമയം മുതൽ അതിൻ്റെ കാലങ്ങളൊക്കെ ക്രമേണ സൂമിലൊക്കെ നമ്മൾ ആരാധിക്കുകയും പിന്നെ
ചില ശുശ്രൂഷകളൊക്കെ പള്ളിയിൽ വെച്ചൊക്കെ ആരാധിക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചു. ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒക്കെ നിയമങ്ങളുടെ മുമ്പിലൊക്കെ നമുക്ക് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഈ കഴിഞ്ഞ ഒരു 3 വർഷക്കാലം ജിനുവച്ചൻ ഒരു ദുബായ് മാർത്തോമ പാരീഷിന് അച്ഛനാൽ കഴിയുന്ന ഒരു, എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% ഒന്നും പറയുന്നില്ല, എങ്കിൽ തന്നെയും അച്ഛൻ്റെ കഴിവനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ അച്ഛന് ഈ ദുബായ് മാർത്തോമ പാരീഷ് മുൻപോട്ട് കൊണ്ടുപോകാൻ അച്ഛന് സാധിച്ചു. പല കാര്യങ്ങളിലും അച്ഛന് പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നു. ആ കാര്യങ്ങളൊക്കെ അച്ഛന് വളരെയധികം ദൈവകൃപയിൽ ഇടവ ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി അനേക പ്രാർത്ഥനയുടെ ബലത്തിൽ അച്ഛന് ആ ശുശ്രൂഷകളൊക്കെ നിറവേറ്റുവാൻ അച്ഛന് സാധിച്ചു. അച്ഛൻ ഇന്ന് പോകുമ്പോൾ വളരെ അഭിമാനത്തോടുകൂടി ജിനുവച്ചന് പോകുവാൻ സാധിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ പറയാനൊന്നുമില്ല, പെൻഡിങ് ആയിട്ടൊന്നും ചെയ്യാൻ അച്ഛന് ഒരു പെൻഡിങ് വർക്ക്സ് ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും, അക്കൗണ്ട്സ് കാര്യങ്ങളിലാണേലും എല്ലാ കാര്യങ്ങളിലും കമ്മിറ്റിയുടെ കൈസ്ഥാന സമിതി എക്സിക്യൂട്ടീവിലൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചവരാണ്. അപ്പൊ ആ കാലയളവിലൊക്കെ എടുത്ത തീരുമാനങ്ങളൊക്കെ അച്ഛന് നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുപോകുവാൻ സാധിച്ചു. കൂടാതെ എനിക്ക് അച്ഛനോടൊപ്പം കഴിഞ്ഞ 1 വർഷക്കാലം വിശുദ്ധ മദ്ബഹായിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു അവസരവും ലഭിച്ചു. നിങ്ങളൊക്കെ മദ്ബഹായുടെ തിരശ്ശീല മാറ്റിക്കഴിഞ്ഞായിരിക്കുമല്ലോ മദ്ബഹായിലുള്ളവരെ ജനങ്ങൾക്ക് പൊതുവെ കാണുവാൻ സാധിക്കുന്നത്. ആ തിരശ്ശീല മാറ്റുന്നതിന് മുമ്പേ അവിടെ ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ശുശ്രൂഷ നടക്കുന്ന സമയം തൊട്ട് അവിടെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം വിശ്വസ്തയോടുകൂടി വളരെയധികം ദൈവകൃപയോടെ ചെയ്യുവാൻ അച്ഛന് സാധിക്കുകയും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി നിന്ന് അതൊക്കെ ചെയ്യുവാനൊക്കെയുള്ള കൃപ ഞങ്ങൾക്ക് തരികയും ചെയ്തു. അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളിലൊക്കെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് തരികയും, ഒരു ശുശ്രൂഷകൻ മദ്ബഹായിൽ എങ്ങനെയായിരിക്കണം അച്ഛന്മാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടത്, ശുശ്രൂഷകളിലൊക്കെ എങ്ങനെയാണ് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നിന്ന് അച്ഛൻ അതൊക്കെ എന്നെയും എന്നോട് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ആത്മായ ഷിബുവിനെയൊക്കെ അച്ഛൻ അതൊക്കെ പറഞ്ഞു തരികയും ഞങ്ങൾക്കതൊക്കെ അച്ഛനിൽ നിന്ന് പല കാര്യങ്ങളിലൊക്കെ പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണേലും ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കേണ്ട, അതായത് പല കാര്യങ്ങളും ഞങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, ഞങ്ങളിൽ തന്നെ നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടി നിന്ന് അതിൻ്റെ ഡിസിഷൻ എടുക്കുവാനും, കൈസ്ഥാന സമിതി കൂടുമ്പോൾ അതൊക്കെ എങ്ങനെ നമുക്കത് ചെയ്യണം എന്നൊക്കെയുള്ള നല്ല ഡിസിഷൻസ് എടുക്കുവാനും ഒക്കെ അച്ഛനിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ കുർബാന, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അച്ഛൻ്റെ കൂടെ നിന്ന് കുർബാന എടുക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ ആ മദ്ബഹായിലെ ആ ഒരു ശുശ്രൂഷയുടെ ഒരു ദൈവകൃപ അനുഭവിപ്പാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗിസൈസ് ബി പ്രയർ ഗ്രൂപ്പിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയുള്ള അച്ഛൻ്റെ ഹൗസ് വിസിറ്റിങ്, യഥാസമയങ്ങളിലുള്ള പ്രയർ ഗ്രൂപ്പിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അച്ഛൻ്റെ ഒരു ഗൈഡൻസ്, ഇതിലൊക്കെ അച്ഛൻ വളരെയധികം നമുക്ക് ഒരു നല്ല പാഠങ്ങൾ ഉപദേശിച്ച് തന്നിട്ടുണ്ട്. പ്രയർ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ മെസ്സേജിന് വരുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണേലും പ്രയർ ഗ്രൂപ്പൊക്കെ എങ്ങനെ നടക്കുന്നു, അത് ഏത് രീതിയിലാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്, അതിനെപ്പറ്റിയൊക്കെ പല സമയങ്ങളിലൊക്കെ ഒരു ഏരിയ പ്രയർ ഗ്രൂപ്പിന്റെ ഒരു ആവശ്യകത എന്തോ ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കത്തക്ക രീതിയിൽ അച്ഛൻ പല സമയങ്ങളിലും അത് പറയാറുണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വളരെ യഥാസമയങ്ങളിൽ വളരെ അധികം കാര്യങ്ങൾ അച്ഛനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പ്രിയ അച്ഛന് ഈ കഴിഞ്ഞ 3 വർഷക്കാലം ഞാൻ ഒത്തിരിയധികം കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും തന്നെയും സമയത്തിന്റെ ലഭ്യത മൂലം ഞാൻ അതിലോട്ടൊന്നും കൂടുതൽ കടക്കുന്നില്ല. അച്ഛൻ ഏറ്റെടുത്ത ശുശ്രൂഷകളൊക്കെ
വളരെ നല്ല രീതിയിൽ അച്ഛൻ ഈ കഴിഞ്ഞ 3 വർഷക്കാലം ദുബൈ മാർത്തോമ പാരീഷിനും അതുപോലെ തന്നെ സമീപ ഇടവകള് സഹോദരി സഭകള് ഇവരോടൊക്കെയുള്ള എല്ലാ നിലപാടുകളും അച്ഛൻ വളരെയധികം കാര്യമായിട്ട് അതൊക്കെ നിവർത്തിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ പ്രീതിക്കച്ചമ്മയെ പറ്റി പറയാമെങ്കിൽ വളരെ മിതഭാഷിയാണ്. മിതഭാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സംസാരം കുറവാണ്. എങ്കിൽ തന്നെയും നമ്മൾ കടന്നു ചെല്ലുമ്പോഴൊക്കെ ഉള്ള ആ ഒരു പുഞ്ചിരിയും ആ ഒരു സ്നേഹവും എപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ധന്യാമോള്, മാത്യു മോന് നമ്മൾ ഇടവകയോട് കൂടി നിന്ന് ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും കൊയറിലാണേലും യൂത്ത് ഫെലോഷിപ്പിലാണേലും സൺഡേ സ്കൂളിലൊക്കെ ആണെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും അവരിൽ നിന്ന് ലഭിച്ച എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 3 വർഷക്കാലം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ കടന്നു പോകുന്ന സ്ഥലം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനഡ് കൂടി തീരുമാനിച്ചെങ്കിലും അച്ഛനൊരു ബോണസ് കിട്ടിയ പോലാണെന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിന്റെ പ്രദേശത്ത് പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുമ്പോൾ വയനാടിന്റെ പ്രദേശം, പ്രത്യേകിച്ച് മരുഭൂമിയുടെ പ്രദേശത്തായിട്ടാണല്ലോ അച്ഛൻ കടന്നു വന്നത്. ഇപ്പൊ നമ്മൾ ഗൾഫ് എന്ന് പറയുമ്പോൾ മരുഭൂമി ആണെങ്കിലും ഇപ്പോൾ അച്ഛന് കൊടുത്തിരിക്കുന്ന കഴിഞ്ഞ 3 വർഷക്കാലത്തെ ഇവിടുത്തെ ഒരു ഹാർഡായിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തത് കൊണ്ടായിരിക്കാം മെത്രാപ്പോലീത്ത തിരുമേനി ഇപ്പോൾ ഒരു പശ്ചിമഘട്ട മലനിരകളുടെ മധ്യത്തിലേക്ക് അച്ഛനെ പറഞ്ഞയക്കുന്നത്. ശാന്തസുന്ദരമായ മലനിരകള് നിലമ്പൂരിന്റെ പ്രദേശങ്ങളിലേക്ക് അച്ഛന് 3 പൊസിഷനിലേക്കാണ് അച്ഛൻ കടന്നു പോകുന്നത്. നമുക്ക് വളരെയധികം അഭിമാനിക്കാം. അച്ഛൻ നമ്മുടെ കൂടെ ഇന്ന് ശുശ്രൂഷ ചെയ്തിട്ട് സിനഡ് അതുപോലെ തന്നെ മെത്രാപ്പൊലീത്തായുടെ പ്രത്യേക ആലോചന പ്രകാരം അച്ഛന് കൊടുത്തിരിക്കുന്ന ഒരു ദൗത്യം വിലയേറിയ ഒരു ദൗത്യമാണ്. അത് ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, കോളേജുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂളെന്നൊക്കെ പറഞ്ഞാൽ ഒരു 3000 സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്കൂളാണ്. ചുങ്കത്തറ മാർത്തോമ കോളേജ്, സ്കൂള്, ഹോസ്പിറ്റല്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു നല്ലൊരു മാനേജ്മെന്റ് ലെവലിൽ നല്ലൊരു മാനേജേഴ്സ് പദവിയിലേക്കാണ് അച്ഛൻ കടന്നു പോകുന്നത്. അത് ദുബൈ മാർത്തോമ പാരീഷിനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ഏറ്റവും വലിയ ഒരു കാര്യമാണല്ലോ. കാര്യം ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഞങ്ങളുടെ അച്ഛൻ ജിനു ഈപ്പൻ കുര്യൻ അച്ഛൻ കടന്നു പോയിരിക്കുന്നത് ഈ ഒരു മേഖലകളിലോട്ടാണ് എന്ന് നമുക്കത് ഓർത്ത് അഭിമാനിക്കാം. ഈ അച്ഛന് അതിനുള്ള എല്ലാ കഴിവും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കട്ടെ. അതുപോലെ തന്നെ അച്ഛനിൽ നിന്നും കഴിഞ്ഞ ഈ 3 വർഷക്കാലം നമുക്ക് ലഭിച്ച, അതായത് പ്രത്യേകിച്ച് ഗിസ്സേസ് ബി പ്രയർ ഗ്രൂപ്പിന് ലഭിച്ച നല്ല നേതൃത്വത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സാധാരണ കാലങ്ങളിലൊക്കെ അച്ഛന്മാരൊക്കെ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നമുക്കൊരു കുറച്ച് സമയമൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു വീണ്ടും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവരുടെ ഒരു ആബ്സെന്റ് നമ്മൾ എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത് പെയ്യപ്പേ അങ്ങ് മറന്നു പോകും. ഇപ്പം നമുക്ക് മുൻകാലങ്ങളിലൊക്കെ ഇവിടുന്ന് അച്ഛന്മാരെ ഇപ്പം നമ്മൾ ഇടത്തൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ ഓർക്കുമെങ്കിലും ഇപ്പം ഈ അച്ഛന്മാരൊക്കെ കടന്നു പോകുമ്പോഴും കുറച്ചു കാലങ്ങളൊക്കെ നമ്മൾ ഇവരെ ഓർത്തിരിക്കും. പിന്നെ നമ്മുടെ വീടുകളിലെ ഓരോ കാര്യങ്ങളൊക്കെ ഇവരെ അറിയിക്കുകയും എന്തെങ്കിലും വീടുകളിൽ നടക്കുന്ന നല്ല സന്ദർഭങ്ങളിലൊക്കെ ഇവരെ ക്ഷണിക്കാനും ഒക്കെ നമുക്ക് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് ജിനു അച്ഛനും കുടുംബത്തിനും എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. ദൈവം അവരെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും എനിക്ക് പറയാൻ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി അടുത്ത അച്ഛൻ കിടക്കുന്നു. നമ്മുടെ ചാപ്ലിൻ അച്ഛനെ കുറിച്ച് പറയണമല്ലോ. അച്ഛനെ പറ്റി ഇതുപോലെ തന്നെ പറഞ്ഞെങ്കിലേ നമുക്ക് അതിനും എനിക്കൊരു സ്വല്പം സമയം വേണം. ജിജോ വർഗീസ് അച്ഛൻ, ജിജോ വർഗീസ് അച്ഛനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷക്കാലം നമുക്ക് വളരെയധികം ഒരു ചാപ്ലിൻ എന്ന ലെവലിൽ നമുക്ക് നല്ല ശുശ്രൂഷകൾ ലഭിച്ചു. ചാപ്ലിൻ ആൻഡ് ഇടവക വികാരി, ഇത് രണ്ടും 2 മേഖലകളാണ്. ജിനു അച്ഛനെ സംബന്ധിച്ച് ഒരു വികാരി എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ അച്ഛനെ കണ്ടത്. അതേസമയം ജിജോ വർഗീസ് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ചാപ്ലിന്റെ ശുശ്രൂഷയായിരുന്നല്ലോ. അതായത് മാസത്തിന്റെ 15 ദിവസം ഷാർജയിലും ബാക്കി 15 ദിവസം ദുബൈക്കാർക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയായിരുന്നു ജിജോ വർഗീസ് അച്ഛനിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ജിജോ വർഗീസ് അച്ഛന് എനിക്ക് തോന്നുന്നില്ല
അച്ഛൻ്റെ എല്ലാ കഴിവുകളും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് വളരെ ഒരു സംശയമാണ്. കാര്യം പ്രത്യേകിച്ച് അച്ഛൻ ഇവിടെ വന്നെങ്കിൽ തന്നെ കൂടുതൽ സമയം ഒരു യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണല്ലോ ചാപ്ലിൻ അച്ഛൻ കടന്നു വരുന്നത്. എങ്കിൽ തന്നെയും കഴിഞ്ഞ പ്രാവശ്യം തിരുമേനി പറഞ്ഞതുപോലെ കൂടുതൽ സമയവും നമ്മൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ വിളിച്ചുകൊണ്ട് പോവുകയും അച്ഛനെ കൊണ്ട് പ്രെയർ ഗ്രൂപ്പിൽ പ്രസംഗിക്കുകയും അതുപോലെ തന്നെ കിഡ്സ് ആൻഡ് ടീൻസിന്റെ മധ്യത്തിലൊക്കെ അച്ഛനെ പ്രവർത്തിപ്പിക്കുകയൊക്കെ ചെയ്ത കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഫുൾ സമയം ഒരു മിനിസ്ട്രി അച്ഛന് യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ കിട്ടിയോ എന്നുള്ള കാര്യം എനിക്കൊരു സംശയമുണ്ട്. എങ്കിൽ തന്നെയും അച്ഛനും സൗമ്യ കൊച്ചമ്മയും നമ്മുടെ ഇടവകയിൽ നിന്നുകൊണ്ട് യുവജനങ്ങളുടെ ഇടയിൽ, നമ്മുടെ യൂത്ത്സിന്റെ ഇടയിൽ അച്ഛൻ ഒരു ഹരമായിരുന്നു. അച്ഛന് യുവജനങ്ങൾക്ക് തക്ക നേതൃത്വം കൊടുക്കുകയും അതുപോലെ തന്നെ ആവശ്യങ്ങളുടെ മധ്യത്തിലിരിക്കുന്ന യുവജനങ്ങൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും അച്ഛനും കൊച്ചമ്മയും ഒരുപോലെ നിന്ന് ഈ കാലയളവിൽ നിന്ന് പ്രവർത്തിപ്പാൻ അച്ഛനെയും സഹായിച്ചു. അതുപോലെ തന്നെ നമ്മുടെ അൽഗിസൈസ് ബി പ്രയർ ഗ്രൂപ്പിൽ പല സമയമായിട്ട് അച്ഛൻ വിസിറ്റ് ചെയ്യുകയും പല ഭവനങ്ങളും, മിക്കവാറുമുള്ള ഭവനങ്ങളൊക്കെ അച്ഛനെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛനും കൊച്ചമ്മയും നമ്മുടെ ഭവനങ്ങളിലൊക്കെ വന്ന് നമ്മുടെ സ്നേഹങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ നമ്മളോടൊപ്പം ചെലവിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛനിൽ നിന്നും നമുക്ക് നല്ല നേതൃത്വമാണ് ലഭിച്ചത്. അച്ഛനും ഇപ്പം കടന്നു പോകുന്നത് സൂററ്റിന്റെ ഭാഗത്തോട്ടാണല്ലോ. അച്ഛനും ഒരു ഡബിൾ പ്രൊമോഷനാണ് തിരുമേനി കൊടുത്തേക്കുന്നത്. അവിടെ അച്ഛന് ഒരു മാനേജ്മെന്റ് ലെവലിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണമാണ് അച്ഛനും ഒരു പദവി ലഭിച്ചിരിക്കുന്നത്. അതിലും നമുക്ക് അഭിമാനിക്കാം. നമുക്ക് പറയാമല്ലോ, ഞങ്ങളുടെ ചാപ്ലിൻ അച്ഛൻ കടന്നു പോയിരിക്കുന്നത് ഒരു സ്കൂളിന്റെ മാനേജ്മെന്റ് ലെവലിലേക്കാണ് കടന്നു പോയിരിക്കുന്നത്. അതുപോലെ തന്നെ സൗമ്യ കൊച്ചമ്മ എപ്പോഴും അച്ഛനോടൊപ്പം അച്ഛനെ തക്ക സപ്പോർട്ട് ചെയ്ത് അച്ഛൻ്റെ കൂടെ എപ്പം അച്ഛൻ ഉള്ളിടത്തൊക്കെ സൗമ്യ കൊച്ചമ്മയെ നമുക്ക് കാണാം. രണ്ടുപേരും ഒരുമിച്ച് കൂടി നിന്ന് അവരുടെ ആ ശുശ്രൂഷയിൽ ഏറ്റവും നല്ല അനുഗ്രഹപ്രദമായ ശുശ്രൂഷകളാണ് ഈ കാലയളവിലൊക്കെ നമുക്ക് തന്നത്. അച്ഛൻ്റെയോടൊപ്പവും എനിക്ക് മധുവായിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലം ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചു. ജിജോ അച്ഛൻ വരുന്നതിന് മുമ്പേ നമുക്കൊരു 2 കിലോമീറ്റർ മുമ്പേ ജിജോ അച്ഛൻ വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. കാര്യം അച്ഛൻ്റെ അഫഹ എന്നുള്ള ഒരു വലിയ ചിരിയുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അച്ഛൻ്റെ ആ ഒരു ചിരിയാണ്, ജിജോ അച്ഛൻ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മധുവായിക്കകത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ വരുന്ന ആ ഒരു സമയം നമുക്കറിയാൻ പറ്റും. അപ്പൊ അച്ഛൻ്റെ കുർബാന ശുശ്രൂഷകള്, അച്ഛൻ്റെ പ്രസംഗം, അച്ഛൻ്റെ എല്ലാ ഗൈഡൻസും നമുക്ക് വളരെ ഒരു നേട്ടമായിരുന്നു കഴിഞ്ഞ 3 വർഷക്കാലം അച്ഛനിൽ നിന്ന് ലഭിച്ചത്. പ്രിയ ജിജോ വർഗീസ് അച്ഛൻ, സൗമ്യ കൊച്ചമ്മ, കുഞ്ഞുങ്ങൾ, ഇവരോടുള്ള എല്ലാവിധമായ ഈ രണ്ടച്ഛന്മാരുടെയും കുടുംബത്തോടുള്ള എല്ലാ നന്ദി സ്നേഹവും അൽഗിസൈസ് ബി പ്രയർ ഗ്രൂപ്പിന്റെ നാമത്തിലും വ്യക്തിപരമായ നാമത്തിലും ഈ സമയം ഞാൻ ഇവിടെ പറഞ്ഞതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു രേറ്റേഴ്സ്. ഇപ്പോൾ ആശംസ അറിയിക്കുന്നതിനായി മിസ്റ്റർ സാലി ഫിലിപ്പിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ജിനു ഈപ്പനച്ഛൻ, ജിജോ അച്ഛൻ, കുടുംബം, ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവജനമേ, ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. അധികം മുഖവരകളൊന്നുമില്ലാതെ തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കാരണം ടൈറ്റസ് അച്ഛൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു കമ്പാരിസനോ ഒരു ഡിഫറൻസിയേഷനോ, 2 അച്ഛന്മാർക്ക് ഒരുമിച്ച് നമ്മൾ സെൻഡ് ഓഫ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവരെ ടൈറ്റസ് അച്ഛൻ പറഞ്ഞ പോലെ രണ്ടുപേരെ ഒരുപോലെ കൊണ്ടുപോകേണ്ടതുണ്ട്. സോ ഞാനൊരു കമ്പാരിസണിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷന് വേണ്ടിയിട്ടോ ഞാൻ മുതിരുന്നില്ല. ചില മാസങ്ങളായിട്ട് നമ്മുടെ ജിനു അച്ഛനും ജിജോ അച്ഛനും ഒരു മാരത്തോൺ കണക്കെ യാത്രയപ്പ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അവരുടെ കാതുകൾക്ക് ഏറ്റവും ഇമ്പമായിട്ടുള്ള വാക്കുകളൊക്കെ കേട്ട് അവരിങ്ങനെ ഇരിക്കുകയും ചെയ്യുകയാണല്ലോ. അപ്പോഴ് ഈ 3 വർഷക്കാലം നമ്മുടെ ഇടവകയിൽ എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന ഈ 2 അച്ഛന്മാരെ ഒന്ന് നന്ദിയോടെ സ്മരിക്കാൻ വേണ്ടി ഞാൻ ഈ സമയം എടുക്കുകയാണ്. ഓർമ്മകൾക്ക് മരണം ഇല്ലെന്നാണല്ലോ പഴഞ്ചൊല്ല്. അങ്ങനെയെങ്കിൽ ബഹുമാനപ്പെട്ട ഈ അച്ഛന്മാർ രണ്ടുപേരും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഓർമ്മയുടെ ഒരു വലിയ വെളിച്ചമായി തീർന്നിരിക്കുകയാണെന്ന് നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും. സെൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു യാത്രയപ്പ് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിന് മുറിവുണ്ടാക്കുന്നതാണ്. ശരിക്കു പറഞ്ഞാൽ പ്രതിഭാശാലികളായ 2 അമൂല്യ രത്നങ്ങളാണ്
ദുബൈ മർത്തോമ ഇടവയ്ക്ക് ഇപ്പോൾ നഷ്ടമാകുന്നെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്കും വിഷമമുണ്ട്. നല്ല ഉൾക്കാഴ്ചയും ദീർഘവീക്ഷണവുമുള്ള 2 അച്ഛന്മാരെയാണ് നമുക്കിപ്പോൾ നഷ്ടമാകാൻ പോകുന്നത്. 3 വർഷം തികച്ച് ഈ ദുബൈ ഇടവകയിൽ നിന്നും പോകുമ്പോൾ 2 അച്ഛന്മാർക്കും അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ദൈവനിയോഗത്താൽ നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഓരോ പ്രവൃത്തിയും 100% ആത്മാർത്ഥതയോടെ നിങ്ങൾ പൂർത്തീകരിച്ചുവെന്ന് ഇടവക ജനങ്ങളായിരിക്കുന്ന ഞങ്ങൾക്ക് നന്നായി അറിയാം. ജീവിതത്തിന്റെ ലോക്ക്ഡൌൺ കാലഘട്ടത്തില് ക്രിസ്തുവിലേക്കുള്ള ഹൃദയ കവാടം ലോക്ക്ഡൌൺ ആയി പോകാതെ ഞങ്ങളെ ആത്മീയതയില് വളരെ കാര്യക്ഷമതയോടും 100% ആത്മാർത്ഥതയോടും ഇടവകയെ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് കൊണ്ടുവരാൻ ജിനു അച്ഛന് സാധിച്ചു. ഓരോ പ്രാവശ്യവും കുർബാനയ്ക്ക് മുമ്പ് അവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വാർക്കാതെ അവിടുന്ന് പോരാൻ പറ്റത്തില്ല. കാരണം അച്ഛന്റെ കുർബാന ഓരോ സമയം അത്ര ഭക്തിസാന്ദ്രമായിട്ടുള്ള കുർബാനയാണ്. ആത്മീയതര തെളവിൽ ഞങ്ങൾക്ക് നിൽക്കുവാൻ തക്കവണ്ണം, ഞങ്ങളെ വളർത്തുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ ഒന്ന് തുറക്കുവാൻ തക്കവണ്ണം അച്ഛന്റെ ഓരോ കുർബാനയും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. നമ്മുടെ ഇടവകയുടെ ഓരോ സംഘടനകളിലും പ്രായഭേദം കൂടാതെ ഓരോരുത്തരെയും കൂട്ടിച്ചേർത്ത് നിർത്തുവാനും വളരെ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും ജിനു അച്ഛൻ വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. കാരണം അതിന് ഓരോന്നും എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ സീനിയർ ഫെലോഷിപ്പ്, യുവജനങ്ങളുടെ കൂട്ടായ്മ, കുട്ടികളുടെ കൂട്ടായ്മ, കുഞ്ഞുങ്ങളുടെ കൂട്ടായ്മ, സൺഡേ സ്കൂള്, VBS, ഏത് പ്രോഗ്രാമിലാണെങ്കിലും അവരുടേതായ ലെവലിലേക്ക് ഇറങ്ങി ചെന്നിട്ട് കുഞ്ഞുങ്ങളുടെ ലെവലില്, മുതിർന്നവരുടെ ലെവലില് ആ ഒരു വിനയത്തോടും പക്വതയോടുകൂടും ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അച്ഛന് സാധിച്ചു. അത് ദൈവം തന്ന നല്ലൊരു നിയോഗമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ ഇടവകയെ ഏറ്റവും ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ അച്ഛന് സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ ഇപ്പോൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ പവർ പോയിന്റ് പ്രസന്റേഷനും കൂടെയുള്ള ജിജോ അച്ഛന്റെ വചന പ്രഘോഷണം പ്രായഭേദം കൂടാതെ എല്ലാവരെയും ഭാഷാ വ്യത്യാസം ഒന്നുമില്ലാതെ, അത് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് അവരുടെ ശ്രദ്ധ ആകർഷിച്ചെടുക്കാൻ ജിജോ അച്ഛന് സാധിച്ചിട്ടുണ്ട്. വളരെ മികച്ച ശബ്ദ ഗാംഭീര്യത്തോടും നർമ്മരസത്തോടും കൂടെ വിവിധ കലകളിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചെടുക്കാൻ ജിജോ അച്ഛന് വളരെ നല്ല കഴിവാണ്. അത് കിഡ്സ് ആൻഡ് ടീൻസ് മീറ്റിംഗിൽ എപ്പോഴും പ്രകടവുമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആത്മീയമായി വളർത്തിയെടുക്കുവാനും ക്രിസ്തീയ മാതൃകയിൽ അവരെ കൊണ്ടുവരുവാനും വളരെ അച്ഛൻ സഹായിച്ചിട്ടുണ്ട്. വിവിധ കലാപ്രകടനങ്ങളിലൂടെ ക്രിസ്തീയ മൂല്യങ്ങളെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനും നല്ലൊരു സുഹൃബന്ധം ഒരുക്കിയെടുക്കുവാനും ജിജോ അച്ഛൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 അച്ഛന്മാരോടും ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഓരോ അച്ഛന്മാരും ഓരോ ഇടവകയുടെയും അണയാത്ത വിളക്കായിരിക്കുന്ന പോലെ ബഹുമാനപ്പെട്ട 2 അച്ഛന്മാരും ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അറിവും വെളിച്ചവും ഞങ്ങളിൽ അധികമായി പടർന്നു വരട്ടെ, പടർന്നു പന്തലിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും അച്ഛന്മാർ പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടുന്ന് കടന്നു പോകുമ്പോൾ 2 പേർക്കും ഓട്ടോഗ്രാഫ് എഴുതുവാണെങ്കിൽ 2 വലിയ പ്രധാന കാര്യങ്ങൾ എഴുതാനുണ്ട്. ഒന്ന്, 2 വലിയ ഡിസാസ്റ്റർ നിങ്ങൾ നേരിൽ കാണുവാൻ സാധിച്ചു. ഒന്ന് കോവിഡ് ഡിസാസ്റ്റർ, 2 ഫ്ലഡിങ്. ഇതുവരെയും ഇവിടെ നടന്നിട്ടില്ലാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നുപോയി. നിങ്ങളുടെ ഓട്ടോബയോഗ്രഫില് ചരിത്രത്തിലൊന്ന് എഴുതി വെക്കാൻ പറ്റും. ഇനി പോകുന്ന സ്ഥാനത്തും ഒരു ഉദയസൂര്യനെ പോലെ നിങ്ങൾക്ക് പ്രകാശിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാണ്. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൺ എന്ന് പറയുന്ന പോലെ അച്ഛന്മാര് ഓരോ സമയം അവരുടെ പിൻപില് നമ്മുടെ കൊച്ചമ്മമാര് അവരെ ഓരോ കാര്യത്തിനും സഹായിക്കുകയും ആത്മാർത്ഥമായി അവരുടെ കൂടെ നിൽക്കുകയും നമ്മുടെ ഇടവകയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത കൊച്ചമ്മമാരും ഈ സമയം അനുമോദനം അർഹിക്കുന്നുണ്ട്. അവരെ ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. ദൈവസന്നിധിയിൽ അവരെ ഫലമേൽപ്പിക്കുന്നു. ഇനി ചെല്ലുന്ന ഇടത്തും അനേക ആത്മാക്കളെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം 42-ാം അധ്യായം 6-ഉം 7-ഉം വാക്യത്തിൽ പറയുന്ന പോലെ യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറകളിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിപ്പാനും യഹോവയായി ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. അതെ, ചെല്ലുന്ന ഏത് സ്ഥാനത്തും ഒരു ഉദയസൂര്യനെ പോലെ പ്രകാശിക്കുവാൻ 2 പേർക്കും കഴിയട്ടെ. അനേക ആത്മാക്കളെ നേടിയെടുക്കുവാൻ, അനേക ബദ്ധന്മാരെ കൂട്ടിച്ചേർക്കുവാനും കുണ്ടറയിലിരിക്കുന്നവർക്ക് ആശ്വാസം വരാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടെ എന്റെ എത്തുന്നു നിന്നുകൊണ്ട്. താങ്ക് യു സാലിമാമ. ബഹുമാനപ്പെട്ട ജിനുവച്ചനും കുടുംബവും ജിജോ അച്ഛനും കുടുംബവും ഒരു പിടി നല്ല നിമിഷങ്ങളും ഓർമ്മകളും സമ്മാനിച്ചിട്ടാണ് ഇവിടുന്ന് കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ഫ്ലോറിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു 3 മിനിറ്റ് അതിനായി ഉപയോഗിക്കാം.
ആർക്കെങ്കിലും എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ മുമ്പോട്ട് ഞാൻ പ്രൊസീഡ് ചെയ്യണം. ആരും അനങ്ങുന്നില്ല. ഓക്കെ. നമ്മുടെ യാത്രയയപ്പ് സമ്മേളനത്തിന്റെ ഒരു പ്രോഗ്രാം അല്ല, നമ്മുടെ സ്നേഹോപഹാരം നമ്മൾ കൈമാറുന്ന ഒരു പതിവുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്നേഹോപഹാരം വിർച്വലായി കൈമാറുവാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഗിസെയ്സ് ബിയുടെ ചുമതലക്കാർ മിസ്റ്റർ ബിജി സാം മാത്യുവും മിസ്റ്റർ ക്രിസ്റ്റി രാജുവും അത് അച്ഛന്മാരെയും കുടുംബത്തെയും ഈ വരുന്ന ദിവസങ്ങളിൽ അത് ഏൽപ്പിക്കും, കൈമാറും എന്ന് എല്ലാവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ഗെറ്റ് ടുഗദറിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം വെക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ടാലന്റഡ് പേഴ്സൺ ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിന്നും ഇലക്ട്രോണിക് കീബോർഡിൽ 5th ഗ്രേഡ് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായ മിസ് സെയ്റയെ ഒരു കീബോർഡ് പെർഫോമൻസിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു.
Thank you, Sarah. A list of things we will cherish in our hearts: Jinu Achin's service, Jijo Achin's presentations, Preeti Kochma's silence, Soumya Kochma's singing sessions, Danya's friendliness, Nanma's smile, Matu's and Appu's innocence. Our every moment you have spent as a Dubai Martoma Parish family. Life is a journey, and every goodbye paves the way for a new hello. With this hope, I call upon Preeti Kochma for the reply speech. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞതിന് ശേഷം പ്രീതി പറയും. സോറി ഫോർ ദാറ്റ്. ഓക്കെ. No problem. ഇസൈസിലെ പ്രേഗൂലെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് കഴിഞ്ഞ 3 വർഷക്കാലം ഈ ഇടവകയിലെ ശുശ്രൂഷ ചെയ്യുവാൻ, കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിക്കാനൊക്കെ ദൈവം ഞങ്ങൾക്ക് കുടുംബമായി സഹായിച്ചു. ഇടവകയിലെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരിൽ നിന്ന് ലഭിച്ച എല്ലാ സ്നേഹത്തിലും എല്ലാ കരുതലിലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇടവക ക്രൈസ്തവ സമിതിയിലും വിവിധ ഓർഗനൈസേഷനിലും ഒരുമിച്ച് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരുണ്ട്. വ്യക്തിപരമായി പ്രാർത്ഥനയിലും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ ഓർത്തു. ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ ഏറെ സന്തോഷത്തോടെ കുടുംബമായി നിങ്ങൾ ഓരോരുത്തരോട് യാത്ര പറയും. പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യം. കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ സഭയെ ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യുവാൻ തക്കവണ്ണമുള്ള ദൈവകൃപ ലഭിക്കേണ്ടതിനായി നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും കുടുംബമായി ദേശത്ത് പാർക്കുമ്പോൾ, വ്യക്തികളായി പാർക്കുമ്പോൾ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളൊക്കെയും ദൈവം വിശ്വസ്തനായി കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികൾ ഓരോന്നും വരുമ്പോൾ അത് നമ്മെ കൂടുതൽ ബലമുള്ളവരാക്കി തീർക്കട്ടെ. വെല്ലുവിളികൾ വരുമ്പോൾ വിശ്വസ്തനായ ദൈവം കൂടെയുണ്ട് എന്ന് ഉറപ്പുള്ളവരായി ജീവിക്കാൻ ഇടയാകട്ടെ. തലമുറകളെ വളർത്തുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ദൈവം ഞങ്ങൾക്ക് മതിയായവൻ എന്ന് ഏറ്റെടുപ്പാൻ തക്കവണ്ണം അവർക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ തക്കവണ്ണം സഹായിക്കട്ടെ. ഈ ദേശത്ത് വരുവാൻ സാധിച്ചതിൽ, അയച്ചതിൽ, നിയോഗിച്ചതിലൊക്കെ സഭയോട്, ദൈവത്തോട് ശുശ്രൂഷ ചെയ്ത മേഖലകളിൽ എല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, മറിച്ച് വിത്ത് ഓൾ അവർ ലിമിറ്റേഷൻസ് നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാത്തിനായിട്ടും നന്ദി. പുതുതായി ചുമതല ഏൽക്കാൻ വരുന്നതായ അച്ഛനും കുടുംബത്തിനും എല്ലാ നന്മകളും ആശംസിക്കുന്നു. നിങ്ങളുടെ കൂട്ടായ്മകളും പ്രാർത്ഥനകളും തുടർന്നും ഉണ്ടാകണമേ. ദൈവം കൃപയിൽ ഓരോരുത്തരെയും കാക്കുകയും പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. തന്ന എല്ലാ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒരിക്കലൂടെ നന്ദി. ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ അയക്കുന്ന നാളുകളിൽ വിശ്വസ്തയോടെ ശുശ്രൂഷ വേണ്ടക്കണം സഹായിക്കട്ടെ. തുടർന്നുള്ള നാളുകളിൽ കാണുന്ന ഇടങ്ങളിലൊക്കെ വെച്ച് പരിചയപ്പെടാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയാകട്ടെ. ഇനിയും കാണുമ്പോൾ നിങ്ങൾ ഏറെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കുവാൻ തക്കും ദൈവം എല്ലാ കുടുംബങ്ങളെയും സഹായിക്കട്ടെ. താങ്ക് യു. ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഞങ്ങളെയൊക്കെ ഈ 3 വർഷക്കാലം ഞങ്ങൾ ഇവിടെ താമസിച്ചു. ഞങ്ങളെയൊക്കെ പ്രാർത്ഥനയിലൊക്കെ ഓർത്തു. ഞങ്ങളെ ബലപ്പെടുത്തിയതിനൊക്കെ നന്ദി. താങ്ക്സ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് that you have asked for the God, before the God. അതിനെല്ലാത്തിനും താങ്ക് യു. ഞങ്ങൾ ഇനി തിരിച്ച് ഞങ്ങൾ ഇന്ത്യയിലോട്ട് പോവുക. ഞങ്ങളുടെ ഫോറിൻ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ എല്ലാ നന്മകളൊക്കെ ഞങ്ങൾക്ക് തരാൻ നിങ്ങളൊരു God has used you to give all the blessings to all. Thank you for all that. ഞങ്ങൾ തിരിച്ച് നമ്മളുടെ നാട്ടിലേക്ക് പോവുക with even more greater responsibilities എനിക്ക് തോന്നുന്നു. And continue to remember us in your prayers so that we may be fruitful in the Lord's vineyard. Thank you for all the cooperations and all the togetherness that you all have given us. Thank you for all this. Thank you. പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതിലും പ്രത്യേക പ്രോഗ്രാമുകളൊക്കെ ചെയ്തതിലും പറഞ്ഞ വാക്കുകൾക്കും കുടുംബമായി തന്നെയുടെയും മാത്യുവിന്റെയും പ്രീതിയുടെയും പറ്റിയും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. താങ്ക് യു. Thank you, Achin Kochma. I call upon Jijo Varghese Achin and Soumya Kochma. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നമ്മളെല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുന്നു. ഒരിക്കൽ കൂടെ നാം എല്ലാവർക്കും ഒരുമിച്ച് ഒത്തുകൂടാൻ തമ്പുരാൻ സഹായിച്ച കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. അത് ഫിസിക്കൽ ആയാലും ഓൺലൈൻ ആയാലും
നമ്മൾ തമ്മിലുള്ള ഒരു ദൈവസ്നേഹത്തിൽ നമ്മൾ എല്ലാവരും ഒന്നായിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ പ്രത്യേകം സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ സ്റ്റക്കായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ സമയത്തിന് എത്താൻ കഴിഞ്ഞു. ഈ ഒരു 2.5 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ തമ്പുരാൻ നടത്തിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു അച്ഛൻ്റെ കുടുംബത്തിന് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത് ജനത്തിൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് എല്ലാ ഏരിയ ഫെയർവെല്ലിൽ പറഞ്ഞതുപോലെ ഇവിടെയും സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഓടിയ ഓട്ടങ്ങളിലും തകർന്നു പോകാതെ, തട്ടാതെ, മുട്ടാതെയും വീഴാതെയും ദൈവം കാത്തു പരിപാലിച്ചു. അതിൻ്റെ പിന്നിൽ ഓരോ കുടുംബാംഗങ്ങളുടെയും പ്രാർത്ഥനയുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ശുശ്രൂഷ ചെയ്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. എപ്പോഴും ഉണ്ടായിരുന്നു. അവരെ എപ്പോഴും ഞങ്ങൾ മിസ് ചെയ്യും. അവരുടെ ആത്മീക വളർച്ചയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് പങ്ക് വഹിപ്പാൻ ദൈവം നൽകിയ വലിയ ഒരു പ്രിവിലേജ്, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷ അത് വളരെ ചാലഞ്ചിങ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവചനത്തിൽ വളരെ ഡീപ്പായിട്ട് റൂട്ടഡായിട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരെ ആ വണ്ണം വളർത്തിയെടുക്കുവാൻ ഇവിടുത്തെ മാതാപിതാക്കളും സൺഡേ സ്കൂളിലെ എല്ലാ അംഗങ്ങളും എൽഡേഴ്സും അവരെല്ലാവരും ഒരുപാട് അവരുടെ താലന്തുകൾ, അവരുടെ സമയം, അവരുടെ പണം ഇതൊക്കെ നൽകി അവർക്ക് വേണ്ടി താങ്ങായി നിൽക്കുന്ന ഒരു ഇടവക. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലായിട്ട് ടച്ച് ചെയ്തത് ഞങ്ങളുടെ ജോഷുവ കുട്ടൻ്റെ വാവയാണ്. ഞങ്ങൾ വീട്ടിൽ പോയപ്പം ജോഷുവയുടെ മമ്മി പറഞ്ഞു, കുഞ്ഞിൻ്റെ പ്രാർത്ഥനയാണ് അവനൊരു സിസ്റ്ററിനെ ലഭിക്കാനിടയായത്. അങ്ങനെ ഞങ്ങളെ പല രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സാക്ഷ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വളർത്തിയത്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് വളരാനും ഞങ്ങൾക്ക് ഒരുപാട് ആത്മീകമായി വളരാൻ ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു. പ്രത്യേകിച്ച് ഗിസൈസ് ഈ പ്രെയർ ഗ്രൂപ്പിനെ എല്ലാവിധമായ നന്മകൾ നേരുന്നു. കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധമായ നന്മകൾ നേരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം തമ്പുരാൻ കാക്കട്ടെ, നേർവഴിയിൽ നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ബഹുമാനമുള്ള ജിനു ഈപ്പൻ കുര്യനച്ഛൻ, ഗിസൈസ് ബി പ്രാർത്ഥനാ കൂട്ടായ്മയിലെ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇത്തരത്തിൽ ഒരു പക്ഷെങ്കിൽ ഇവിടുത്തെ ശുശ്രൂഷകൾ ആരംഭിച്ചപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ തുടങ്ങി. ഗിസൈസ് ബിയുടെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുമ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അവസാനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വലിയ മുഹൂർത്തം ലഭ്യമായി തീർന്നു. എന്നാൽ ഇങ്ങനെ അവസാനിക്കുന്നത് കൊണ്ട് ഒരു വർഷത്തെ കാലാവധി എനിക്കോ ജിനുവച്ചനോ കൂട്ടി കിട്ടുന്നില്ല. കാരണം ഇത് കോവിഡല്ല, മഴയാണ്, വെള്ളമെല്ലാം താഴെ പോവും, ഞങ്ങളുടെ ഫ്ലൈറ്റ് പറക്കും. എന്നാൽ ഞങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം ദൈവം അവിടുന്ന് ഇടയാക്കിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് ഞങ്ങൾ നന്ദി കരയറ്റുകയാണ്. ഈ നാളുകളിലൊക്കെയും ലഭ്യമായി തീരുന്ന ഫെയർവെല്ലുകൾ അവിടെയൊക്കെയും കേൾക്കുന്നതായിട്ടുള്ള നല്ല വാക്ക്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. പ്രിയപ്പെട്ട ടൈറ്റസ് സൈചാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഈ ശുശ്രൂഷ ചെയ്യുന്നവരുടെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് വേണ്ടതും വേണ്ടാത്തതുമെല്ലാം പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയായിരുന്നു. ഇതുവരെ വേണ്ടത് മാത്രമേ കേൾക്കുന്നുള്ളായിരുന്നു, വേണ്ടാത്തതൂടെ കേൾക്കാൻ പറ്റുമല്ലോ എന്ന് പ്രതീക്ഷയോടുകൂടി ഇരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളൊക്കെയും വെള്ളത്തിലായി. അങ്ങനെയൊന്നും സൈചാൻ പറഞ്ഞില്ല. പറയാൻ സൈചാൻ ഒത്തിരി കാണും. നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ വളരെ അടുത്ത് ഇടവക ജീവിതവും ഇടവകയിലെ ശുശ്രൂഷകളും നിങ്ങൾ കാണാത്തത് പലതും പ്രിയപ്പെട്ട സൈചാന് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ കണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും പറയാനായിട്ടുണ്ട്. എന്നാൽ ഈ ഫെയർവെൽ മീറ്റിങ്ങിൻ്റെ ഒരു കൾച്ചറിനെ മാനിച്ചതുകൊണ്ടായിരിക്കാം ആ വേണ്ടാത്തതൊക്കെയും ഒഴിവാക്കി വേണ്ടിയത് മാത്രം സൈചാൻ പറയാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ അത്തരത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്ന എല്ലാ സ്നേഹത്തിനും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതായിട്ടുള്ള സമയത്ത് നന്ദി പറയുകയാണ്. ഒരു പക്ഷെങ്കിൽ ഒന്നും യാദർശികമല്ല എന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ എത്തേണ്ടതും എത്താത്തതും കാലതാമസം എടുക്കുന്നതും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട് അതിൻ്റെ പുറകിൽ. അതുകൊണ്ട് അതിനെ ഒന്നും പുറമോട്ട് നമുക്കൊന്നും ചെയ്യാനും ഒക്കത്തില്ല. എന്നാൽ കാലഘട്ടങ്ങൾ അനുസരിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം ഞങ്ങളെയും ഇവിടെ നിയോഗിച്ചു. ഈ 2 ഇടവകകളിലെ ശുശ്രൂഷകൾ വളരെ സന്തോഷത്തോടുകൂടെ മടങ്ങിപ്പോകുവാൻ തക്കോണം ഇടയായി തീരുന്നു. കുറച്ച് കുഞ്ഞുങ്ങളെ തൊടുവാൻ, അവരുടെ ജീവിതങ്ങൾ അവർക്ക് വന്ന് പങ്കുവയ്ക്കുവാൻ, അവർക്ക് ഹൃദയം തുറങ്ങുവാൻ തക്കോണം ഞങ്ങൾ അവർക്കൊരു ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരെയും സ്പർശിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് സാധ്യമല്ല, മാനുഷികമായി അത് സാധ്യമല്ലായിരുന്നു. എന്നാൽ പോലും ചിലരെങ്കിലും ഒക്കെയും സ്പർശിക്കാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത്. അപാകതകൾ വന്നു കാണും, വീഴ്ചകൾ വന്നു കാണും. കാരണം
ഈ കുപ്പായത്തിൻ്റെ അകത്ത് ഒരു പച്ചയായ മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ സംസാരത്തിലോ ഇടപെടലിലോ പെരുമാറ്റങ്ങളിലോ ഒരു പക്ഷെങ്കിൽ കുറവുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ അതൊക്കെയും നിങ്ങൾ എല്ലാവരും പോകുന്ന മർത്തോമ സഭയിലെ ഒരു വലിയ ഗുണമാണ്. പോകുന്ന ഇടവകയിലെ ജനമെല്ലാം വളരെ ഏത് തരത്തിലെ അച്ഛനാണെങ്കിലും 3 വർഷം സഹിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് വളരെ സന്തോഷത്തോടുകൂടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ ഞങ്ങളെ സഹിക്കുന്ന വേണ്ടാത്ത അങ്ങനെ ദുബൈയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നല്ല പാരമ്പര്യം ഉണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമായിരുന്നു. എന്നാൽ അറിയാം, എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നപ്പോൾ എത്താനായിട്ട് സാധ്യമായി തീർന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദൈവം ക്ഷമിക്കണം. ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു. ജീവിതത്തിൻ്റെ ഓട്ടത്തിലും ഇവിടുത്തെ ശുശ്രൂഷകളും വന്നുപോയ വീഴ്ചകളാണ്. എന്നാൽ ഗിസൈസ് ബി പ്രാർത്ഥനാ കൂട്ടായ്മ, മറ്റ് പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊന്നും എനിക്കങ്ങനെ ഭവനങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് സാധ്യമായി തീർന്നിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ട ടൈറ്റസ് ചാം പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ ചിലതെങ്കിലും ഭവനങ്ങൾ ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ടൈറ്റസ് ചാന്, പ്രിയപ്പെട്ട സാബു ചാൻ അതിനൊക്കെയും വേണ്ടുന്നതായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അങ്ങനെ നിങ്ങളുടെ ചിലരെങ്കിലും ഭവനങ്ങൾ ഒന്ന് വരാനായിട്ട് സാധ്യമായി തീർന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായിരുന്നു. സൗമ്യ പറഞ്ഞതുപോലെ ഞങ്ങളെ ഒത്തിരി പഠിപ്പിച്ചു, ഞങ്ങൾക്ക് ഒത്തിരി വളരുവാനിടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ വളർന്നത് ഒത്തിരിയും അധികം ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ്. അതും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. ആ പ്രാർത്ഥനകളാണ് ഞങ്ങൾക്കൊരു ബലം. തുടർന്നും പ്രാർത്ഥനകൾ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നൽകി തന്ന എല്ലാ നല്ല വാക്കുകൾക്കും ഇന്നിവിടെ ചെയ്ത എല്ലാ ശുശ്രൂഷകളും, ഒരു പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ഫിസിക്കലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ശുശ്രൂഷകൾ കാണുവാനായിട്ടിടയായി തീർന്നേനെ. എന്നാൽ ഈ സൂമിൻ്റെ പ്ലാറ്റ്ഫോമിലും അവസാന നിമിഷം ചെയ്ത എല്ലാ ശുശ്രൂഷകൾക്കും നിങ്ങൾ ഞങ്ങളോട് കാണിച്ച ആദരവ്, അതിനെല്ലാം നന്ദി കരയറ്റുകയാണ്. ദൈവം അധികമായി ഗിസൈസ് ബി പ്രാർത്ഥനാ കൂട്ടായ്മയെ അനുഗ്രഹിക്കട്ടെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ ആൻഡ് കൊച്ചുമ്മ. ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ഗിസൈസ് ബി പ്രേയർ ഗ്രൂപ്പിന്റെ സെക്രട്ടറി മിസ്റ്റർ ക്രിസ്റ്റി രാജുവിനെ ക്ഷണിക്കുന്നു. Respected Jinu Achan, respected Jijo Achan, and my dear prayer group members. First and foremost, I would like to thank our Lord Almighty for keeping us safe during this tumultuous times. And even though we had planned a grand event, we even till I think morning 10 o'clock, we were contemplating whether we should keep it, whether we should have a face-to-face meeting, whether it will be possible for everyone to come. But God had other plans, but He anyways allowed us to come together as a prayer group on a virtual platform and conduct this farewell and a sort of a get-together blessedly. So I praise Lord for that, and I thank Him for giving us this opportunity. On behalf of Al-Qisais B Prayer Group, I would like to thank our outgoing vicar, Reverend Jinu Ipen Kurian, for accepting our invitation and joining us virtually, and one more time gracing us with His presence for this program. I would also like to extend our prayer group's heartfelt gratitude to Preeti Kochama, Dhanya, and Matthew for all the contributions that they have done for this parish, our prayer group. Acha, wherever you go, you will be serving the church very meticulously and in a blessed way, like anyone in Dubai might have an a story to tell about it. We are very sure that whenever we cross paths with future parishes or organizations that you are in charge of, we will have something in common to talk about Jinu Achan there. So we will always have you in our prayers, and we wish you and your family all the best. And on behalf of Al-Qisais B Prayer Group, I would also like to take this opportunity to thank our outgoing youth chaplain, Reverend Jijo Varghese, for accepting our invite. And even though he was stuck driving halfway through, but still he made it through our virtual event and, gracing us with his presence again for this program. We thank also Soumya Kochama, Nanma and Nehemia for all the contributions, for all the songs that they have taught and everything for our prayer group, our children especially, that they have touched. And we always have been acknowledging that Achan's service has been a blessing for our youths especially. I'm sure the children would have loved to have you seen you in person again. Of course, in church we will on 28th, but
it would have been great if we would have done that today. But we will always, Acha, keep you in our prayers. Your family, the service for the parish members will always be a blessing, and we hope that you'll continue to serve the youth in wherever way possible as well. Like I said, we had planned a grander event, and first and foremost, let me acknowledge the tireless practice that the children might have done across, and they were, I think, a little disappointed, to say the least, that we were not able to conduct it face to face. But even though in this short span of time, they put up whatever possible to ensure their talents are on display. And of course, I'd like to thank God for the talent that He has blessed these children with, the time and dedication that they have put for this. And even though all the programs that we had planned could not be on display here today because of this platform, but I'd like to take this opportunity on behalf of our prayer group to thank their selfless dedication towards church activities and their effort for this. I would also like to thank each one of our prayer group members for taking time out to gather virtually again to renew our fellowship and to say thank you to our chins one more time. And lastly, Sam Chai and Abhilash Chai, our MCs, and all others who have worked tirelessly behind this event, even the last minute changes to have this done successfully. We would not have been possible without your efforts. I would like to thank you all on behalf of our prayer group, and I wish all the best to you, Achins, one more time. God bless us all. Thank you. Let us end this meeting with a word of prayer. I call upon Mr. Sabu John for the closing prayer and Jinu Achin for the benediction. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സെന്റ് ഓഫ് മീറ്റിങ്ങിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, SSB പ്രയർ ഗ്രൂപ്പായിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ കർത്താവിന്റെ കൃപയിലായിരിക്കാനൊക്കെ അവിടുന്ന് ഇടയാക്കില്ല കർത്താവേ. ഇന്നത്തെ മീറ്റിംഗിൽ വ്യാപരിച്ച എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുത്തെ അനുഗ്രഹത്താൽ അവിടെ നിറച്ചനായ സ്തോത്രം. ആദ്യോടന്തം ദൈവസാന്നിധ്യം കൊണ്ട് നിറച്ചുള്ള കർത്താവേ, പ്രത്യേകിച്ച് കർത്താവെ ജിനുവച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഞങ്ങളുടെ ഇടവയിലും ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലും അവിടുന്ന് ചെയ്യുവാൻ നിന്റെ മകനിലൂടെ അവിടുന്ന് ഇടയാക്കില്ല കർത്താവെ. പോകുന്ന ദേശത്ത് ഏറ്റവും അനുഗ്രഹമായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ മോനെ അവിടുന്ന് ഇടയാക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആദ്യോടന്തം കർത്താവ് നിന്റെ മോനോട് കൂടിയിരിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രീതി കൊച്ചുമയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ധന്യമോളെയും മാത്യു മോനെ ഓർത്ത് പ്രാർത്ഥി കർത്താവെ. കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവസാന്നിധ്യം കൊണ്ട് അവിടെ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ മടക്കി യാത്രയിലും കർത്താവ് ഇനിയുള്ള ദിവസങ്ങളൊക്കെ വലിയ ദൈവസാന്നിധ്യം കർത്താവ് നിന്റെ മക്കൾക്ക് അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജിജോ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ യുവനങ്ങളുടെ ഇടയിലും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ മകനെ അവിടുന്ന് ഒരിക്കലും കർത്താവെ. കർത്താവെ പോകുന്ന ദേശത്ത് കർത്താവെ ഏറ്റവും അനുഗ്രഹമായിട്ട് കർത്താവ് നിന്റെ മകനും ശുശ്രൂഷ ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കണമേ. പ്രിയ സൗമ്യ കൊച്ചമ്മയെയും നന്മയും നെമ്മയെ മോനെയും ഓർത്ത് പ്രാർത്ഥി കർത്താവെ. കർത്താവെ നിന്റെ മക്കളെ അവിടുന്ന് കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥി കർത്താവെ. ഇനിയുള്ള കർത്താവെ അവരുടെ യാത്രയിലും മടക്കി യാത്രയിലൊക്കെ ദൈവസാന്നിധ്യം അവിടുന്ന് അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥി കർത്താവെ. പ്രത്യേകിച്ച് ഈ സൂം മീറ്റിംഗില് തലകളെ വണക്കിയിരിക്കുന്ന ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് കർത്താവ് ശുശ്രൂഷ ചെയ്ത കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥി കർത്താവെ. അതിലൂടെയൊക്കെ ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രത്യേകിച്ച് ഇന്ന് പ്രോഗ്രാം ചെയ്യാനായിട്ട് ആഗ്രഹിച്ച കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവർക്ക് ഇന്ന് പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചില്ല കർത്താവെ. എന്നാൽ ആ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചാട്ട്, പ്രത്യേകിച്ച് അച്ഛന്മാരെ കുടുംബമായിട്ട് അനുഗ്രഹിച്ചാട്ട്. എല്ലാത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവമുണ്ടായി കേൾക്കുമാറാണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, പരിശുദ്ധരുടെ സംസർഗം, സഹവാസം, പ്രിയരെ നാം ഏവരോട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, പ്രത്യേകിച്ച് ഗിസൈസ് ബി പ്രയർ ഗ്രൂപ്പിലെ എല്ലാ ഭവനങ്ങളോടും, ഇന്ന് വിവിധ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവരോടും, കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരോടും തലമുറയോടും ആവശ്യങ്ങളും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.